ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പം നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം കല്യാണവും കച്ചേരിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഉള്ളൻ ത്രെഡ് എടുത്തിട്ട് പിന്നെ നമ്മുടെ യാണൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ക്രോഷ്യ ചെയ്യുന്ന ആ ഒരു നീഡിലുണ്ടല്ലോ, അതും കൊണ്ടാണ് നമ്മളൊന്ന് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഇത് ഞാൻ ഒട്ടും പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്യണത്. ഞാനിത് പഠിച്ചിട്ടുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ട ഒരു രീതിയിൽ ചെയ്യണമെന്ന്, അതായത് യൂട്യൂബിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഇതെങ്ങനെയാണ് ഈ കെട്ടൊക്കെ ഇടുന്നതെന്ന് കണ്ടിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ നൂലെടുത്തിട്ട് ഉള്ളൻ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഊരാക്കുടുക്ക് പോലെ ഇടില്ലേ, അതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം രണ്ടറ്റും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് നമുക്ക് ചെറുതും ആക്കാൻ പറ്റും വലുതും ആക്കാൻ പറ്റും കേട്ടോ. ഈ മേലിട്ടിരിക്കുന്ന അതായത് ഈ അടിയിലിട്ടിരിക്കുന്ന ഈ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് പ്ലെയിൻ ഇട്ടാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. ഞാൻ വീഡിയോ എടുത്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ നല്ല നീറ്റായിട്ടുള്ളൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് ഇട്ടതിന് ശേഷം, ഇല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഇതിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളൻ ത്രെഡ് ഇതുപോലെ നമ്മുടെ വിരലിൽ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര ചുറ്റു വേണമെങ്കിലും ചുറ്റി കൊടുക്കാവുന്നതാണ്. ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമ്മുടെ ഈ ഒരു ചൂണ്ടുവിരലിലാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലോക്കിനെ ബാലൻസ് ചെയ്യുന്നത്, ലൂസ് ആവാതെയും അതുപോലെ തന്നെ ടൈറ്റ് ആവാതെയൊക്കെ നല്ല രീതിയിൽ നമുക്കത് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചൂണ്ടുവിരലും അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ് ഇങ്ങനെ ചുറ്റുന്നതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൂലിങ്ങനെ ചൂണ്ടുവിരലിൽ കുറച്ച് ചുറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഇതുപോലെ യാണിൻ്റെ നീഡിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. ആക്ച്വലി ഇത് ആരി വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. ഇനി ആ കയ്യിൽ നൂല് അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് നമുക്ക് ലൂസാക്കി കൊടുക്കുക, കുറച്ച് ലൂസാക്കി കൊടുക്കുക. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. കുറച്ചൊരു ഗ്യാപ്പ് വേണം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കണ്ടാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അടിയിൽ വെച്ചിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. പിന്നെ ഇത് ക്വാളിറ്റി കുറഞ്ഞ ത്രെഡായത് കാരണം തന്നെ ഒരു നീറ്റില്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ത്രെഡ് അല്ലല്ലോ, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരു രോമം പോലെ ഇങ്ങനെ പൊന്തി നിൽക്കണം. കാരണം നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ലോക്കും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനും പറ്റണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 ഇഴയായിട്ട് നമ്മൾ പിന്നില്ലേ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ചെയിൻ പോലെ ആക്കിയിട്ട് കിട്ടുക. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ഉണ്ട്. ഇതിനെന്താണ് പറയുക, എന്തൊക്കെ എത്ര എണ്ണം വേണം, അങ്ങനെയുള്ള ടെക്നിക്കൽ വശങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയണില്ല. ഞാൻ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ പഠിക്കാനും ഒന്നും നിന്നില്ല. എനിക്ക് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ബേസിക്കാണ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബേസിക് ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നമുക്ക് എന്തായാലും പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ക്രോഷ്യ ഫ്ലവർ മേക്കിങ്ങോ ഇല്ലെങ്കിൽ ക്രോഷ്യ ഫോർ ബിഗിനേഴ്സ് എന്നൊക്കെ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ വീഡിയോസ് കിട്ടും. ആക്ച്വലി എനിക്ക് ഫോണിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം അറിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഒരു ചെയിൻ്റെ രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് 4 ഇഴ പിന്നതായിട്ടാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഇതുപോലെ ലോക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ചെയിൻ്റെ അവിടെ അല്ലാതെ, കണ്ടു, ഈ ഒരു ഫസ്റ്റത്തെ ചെയിൻ്റെ അവിടെ അല്ലാതെ രണ്ടാമത്തെ ചെയിൻ്റെ അവിടേക്ക് നമ്മൾ നീഡിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യണം. ഇതുപോലെ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 നൂല് ഇങ്ങനെ കിട്ടും. കണ്ടു, ആ ത്രെഡിൽ ഇപ്പോൾ 2 നൂലുണ്ട്, സിംഗിൾ നൂലല്ല. കണ്ടു, 2 നൂലായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഒരു ചെയിൻ കൂടെ ആ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ലോക്കാണ് ഇപ്പോൾ ഇവിടെ കിട്ടുക. കണ്ടോ, ഈ ഒരു സിംഗിൾ ത്രെഡാണ് കിട്ടുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടെ നിങ്ങൾ ചെയിൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒന്നുകൂടെ നമ്മൾ നൂലിട്ട് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് അടുത്ത നമ്മുടെ ബേസിക്കായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സിമ്പിൾ ചെയിൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് അഴിയിൽ, അതായത് ഇപ്പുറത്തെ അഴിയിൽ കൊണ്ടുവന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. എന്താണ് ചെയിൻ ക്രിയേറ്റ് ചെയ്യുക. ആക്ച്വലി ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല എന്ന് വിചാരിക്കണം, പക്ഷെ കാണുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടുമായിരിക്കും. പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഐ മീൻ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും. എനിക്ക് അങ്ങനെ തന്നെ തോന്നി. എനിക്ക് തലയ്ക്ക് പ്രാന്തൊന്നും ഞാൻ ഈ സാധനമൊക്കെ വലിച്ചെറിയണം വരെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പണിയാണിത്. അതുപോലെ തന്നെ കളറും പോയില്ല, നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം, വാഷബിളാണ്. സ്റ്റിച്ച് ചെയ്യണതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ ഇളകി പോവുക അല്ലെങ്കിൽ നൂല് വിട്ട് വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഈ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു കശുവണ്ടീൻ്റെ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട് ഈ ഓരോ ഇഴയിലായിട്ട് ഇട്ടെടുക്കുന്ന സമയത്ത്. കണ്ടു, ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ട് മീൻസ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ.
ഇനി ഇത് നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു ഇടയിലും കൂടെ ഇട്ടിട്ട് ലോക്ക് ചെയ്തെടുക്കണം, അതായത് സിംഗിൾ ചെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ സീരിയസ്ലി എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതെ. ടെക്നിക്കൽ വശങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഓരോ മോഡൽസും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ കസ്റ്റമർ എന്തെങ്കിലും പറയണേ, ഐ മീൻ ടെക്നിക്കൽ വശങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റിച്ചൊക്കെ വേണമെന്ന് കസ്റ്റമർ പറയണേ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു ചെയിൻ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നൂലിട്ട് ആക്കി കഴിഞ്ഞാൽ അതെന്തായി, അത് അവിടെ ലോക്കായി. ഇനി ഒന്ന് ജസ്റ്റ് ഈ രണ്ടറ്റവും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു തുമ്പുണ്ടായിരുന്നല്ലോ, ആ ഒരു തുമ്പും ഇപ്പോൾ കട്ട് ചെയ്തൊരു തുമ്പും കൂടെ നമ്മൾ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ലോക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഒരറ്റത്ത് പിടിച്ച് വലിച്ച് സെറന്ന് അങ്ങോട്ട് എന്താ പറയുക, ഇങ്ങനെ അഴിഞ്ഞ് വരും. ഇപ്പോൾ ആര്യ വർക്ക് ചെയ്യുന്നവർക്കാണെന്ന് അറിയാൻ പറ്റും. നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ നൂല് ഒരറ്റത്ത് പിടിച്ച് വലിച്ചാൽ ഫുള്ളായിട്ട് അഴിഞ്ഞ് വരും. അപ്പം ഇങ്ങനെ ലോക്കിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് എത്ര എണ്ണം വേണോ അത്ര ഇതളുകൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 ഇതളുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചതാണ് 4 ഇതളുകൾ വന്നിട്ട്. ഇനി നമുക്ക് നമ്മുടെ സൂചിയും നൂലിലും നമ്മുടെ ഈ ഒരു ത്രെഡ് നമ്മൾ കോർത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്, ഇങ്ങനെ മേലേക്ക് വെച്ചിട്ട്. ആക്ച്വലി ഇത് മേലേക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുക. അത് ഒരറ്റത്തിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം 2 അറ്റവും കൂടെ ഇങ്ങനെ ചെയ്തു, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ഗ്യാപ്പ് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ കൂടെ ഓക്കെയാണ്. പക്ഷേ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. രണ്ടും കൂടെ മേലേക്ക് വെച്ചിട്ടാണ് ആദ്യമേ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇങ്ങനെ മേലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ തുന്നി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വന്നപ്പോൾ തൊട്ട് പനിയും ജലദോഷം ചുമയൊക്കെയാണ്. അത് കാരണം എനിക്ക് ഭയങ്കര തലവേദന ഉള്ളത് കാരണം പറയണത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്ത പോലെയുണ്ട്. അപ്പം ഇനി നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ അടിയിൽ ആ ഒരു ഷീറ്റൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാം മിക്സഡ് ആയിട്ടുള്ള കണ്ടൻറ് ആയിരിക്കും. ഐ മീൻ നമ്മുടെ ഫോം ഷീറ്റ് വെച്ചിട്ടും ചെയ്യും, പൈപ്പ് ക്ലീനർ വെച്ചിട്ടും ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ പറഞ്ഞാൽ കളർ പോവില്ല, നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നി. നമ്മളിപ്പോൾ ഹെയർ ബോ ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഹെയർ ബോ എന്നല്ല ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും എന്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടെ 5 ഇതളും ഇങ്ങനെ വെച്ച് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തുന്നണ സമയത്ത് നേരെ തുന്നിയില്ല എന്നുണ്ടെങ്കിൽ ഇതളുകളുടെ പാട്ടിന് പോകും. ഞാനിപ്പോൾ ഇവിടെ തുന്നിയത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, ബിക്കോസ് ഞാൻ നിന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം തന്നെ എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല, ബോഡി പെയിൻ ആയത് കാരണം. അപ്പോൾ ഇത് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് പോയി കേട്ടോ. പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മടക്കിയും തിരിച്ചൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ ഒരു ഇതളിങ്ങനെ കുഞ്ഞതായിട്ടൊന്ന് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഷേപ്പിലൊക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു ഒട്ടിക്കണതായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അങ്ങനെ തുന്നി കൊടുക്കുക, അത് ഒട്ടിക്കണമായിരിക്കും ബെറ്റർ. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കുക, നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെയർ ക്ലിപ്പിൻ്റെ ഐഡിയ ആണിത്, അല്ലെങ്കിൽ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന ഹെയർ ആക്സസറീസിന് പറ്റിയൊരു ഐഡിയ ആണിത്. നമുക്ക് ഫോം ഷീറ്റൊക്കെ ആണെങ്കിൽ കുറേ കഴിഞ്ഞാൽ കളർ പോകുന്നുള്ളൊരു കംപ്ലയിൻറ്റ്സ് എന്തായാലും ഹെയർ ബോ ഉണ്ടാക്കുന്നവർക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കളറും പോവില്ല, അഴിഞ്ഞും പോവില്ല, നല്ല സെക്യൂർ ആയിട്ട് ഞങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണുക കേട്ടോ. നമ്മുടെ ഗിവേയുടെ വിന്നർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കുള്ള കൊറിയർ ഞാൻ എന്തായാലും ഇന്ന് ഉച്ചയ്ക്കോ ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെയോ അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.